കാണിക്കുന്നത് എന്തിനാ? കൈരളിയുടെ തിടുക്കമൊക്കെ എനിക്ക് മനസ്സിലാകും. അല്ല ഞാൻ പറയുന്നത് കേൾക്കാൻ സമ്മതിക്കാത്ത കൈരളിയുടെ ഈ തിടുക്കം ഒരു പരാതിക്കാരി ആരോപണം ഉന്നയിച്ച് പുറത്തേക്ക് വന്ന ശ്രീ മുകേഷ് MLA-ക്കെതിരായിട്ട് കൈരളിയുടെ ഒരു തിടുക്കം ഞാൻ കണ്ടില്ല. ഒന്ന് പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ ഒരു പരാതിക്കാരി പരാതി വന്ന് പുറത്തു വന്ന് പറഞ്ഞ ശ്രീ മുകേഷ് MLA-ക്കെതിരായിട്ട് അങ്ങയുടെ ആത്മരോഷം ഞാൻ കണ്ടില്ല. ഇനി ശബ്ദരേഖയുടെ വിഷയത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ശ്രീ AK ശശീന്ദ്രനെതിരായിട്ട് അങ്ങയുടെ കൈരളി മാധ്യമ സ്ഥാപനത്തിന്റെ ഈ വ്യഗ്രത ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ, കൈരളി ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ. അതിനിടയ്ക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത്. ഈ സമയത്ത് എന്താണ്? ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്തചിത്രങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോൾ പുറത്തു വന്ന അന്തചിത്രങ്ങളെ പറ്റി എന്താ പറയാത്തത്? പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. CPM-നകത്തെ രൂക്ഷമായ അന്തചിത്രങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ കത്ത് വിവാദം അടക്കം, പാർട്ടി സെക്രട്ടറിയുടെ മകൻ പുറത്തു വിട്ടു എന്ന് പറയുന്ന വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ ചർച്ചകളെ ആകെ വ്യതിചലിക്കാൻ ഇപ്പൊ കോൺഗ്രസ് ഹാൻഡിലുകൾ സൈബർ മേഖലയിൽ, ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അല്ല ഞാൻ സഹോദരൻ, ഞാൻ മറുപടി അല്ലോ സഹോദര, ഞാൻ ആ കോൺഗ്രസിന്റെ അനുഭാവി എന്നെ പറ്റിയിട്ട് പറഞ്ഞോ? എന്റെ പേര് പറഞ്ഞോ? അങ്ങയോട് പറഞ്ഞോ? കോൺഗ്രസിന്റെ അനുഭാവിയായ വ്യക്തി എന്റെ പേര് അങ്ങയോട് പറഞ്ഞോ? അല്ല അങ്ങയോട് പറഞ്ഞോ? അല്ല ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയുകയല്ലേ, ഞാൻ ഞാനൊരു കാര്യം പറയുകയല്ലേ. നിങ്ങളുടെ ഏത് ചോദ്യം? ഞാൻ ഇവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയല്ലേ അല്ലേ? ഞാൻ ഇന്ന് പരിപാടികൾ പങ്കെടുത്ത് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയാണ്, ഞാൻ രാജ്യം വിട്ടു പോയിട്ടില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പം അങ്ങയുടെ സ്ഥാപനം മൈക്കും പിടിച്ചുകൊണ്ട് ലിഫ്റ്റിന്റെ പുറകെ പോകുന്നുണ്ടല്ലോ. മറുപടി പറയാൻ അസംബന്ധങ്ങൾക്ക് മറുപടിയില്ല എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മറുപടി. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. എന്തിനാ ഈ വ്യഗ്രത? ഞാൻ പോകുന്നില്ലല്ലോ. ശരി, ഇനിയും അങ്ങയോടുള്ള ചോദ്യം, എനിക്കെതിരായിട്ട് ആരുടെയെങ്കിലും പരാതി അങ്ങ് കിട്ടിയിട്ടുണ്ടോ? ഈ നാട്ടിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടോ? എനിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പരാതി? ഇപ്പൊ പരാതി പറഞ്ഞല്ലോ, ആർക്കും പരാതി ചമയ്ക്കാം. CPM ഒക്കെ വിചാരിച്ച് എളുപ്പത്തിൽ പറ്റും. അങ്ങനെ ഞാൻ ഒന്ന് പറയട്ടെ, എന്റെ പൊന്നു സഹോദരൻ, ഞാൻ എന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ച ആളുടെ പേര് അങ്ങ് പറയും. ഹണി ഭാസ്കർ എന്താ പറഞ്ഞത്? ഹണി ഭാസ്കറിനെ പറ്റി മറ്റുള്ളവരുടെ മോശമായ രീതി പ്രചരിപ്പിക്കും. അതവർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അവരെന്തെങ്കിലും തെളിവ് അവർ പങ്കുവച്ചിരിക്കുന്ന അല്ല പറയട്ടെ, ഞാൻ തീർച്ചയായിട്ടും അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ്? അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയ ചിഹ്നമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അതിന് താഴോട്ടുള്ള സംഭാഷണം എന്താ അവർ പങ്കുവെക്കാത്തത്? സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്തു നിയമം പറയേണ്ടി വരത്തില്ലേ? രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ ചെയ്തും കുറ്റകൃത്യമാണെന്ന് പറയട്ടെ. അങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത്. അവർ പറഞ്ഞത് രാഹുൽ അവരുമായി മോശമായി ചാറ്റ് ചെയ്തു, രാഹുൽ മറ്റാളുകളോട് പറഞ്ഞു എന്നാണ്. അത് അവരല്ലേ തെളിയിക്കണ്ടേ? ഇപ്പൊ ഞാൻ പറയുകയാണ്, അങ്ങാണ് ഈ സംഭവങ്ങൾക്ക് മുഴുവൻ പിന്നിലെന്ന് ഞാൻ ആരോപിച്ചിട്ട് കാര്യമുണ്ടോ? കൈരളിയുടെ മാധ്യമ പ്രവർത്തന അങ്ങാണ് എന്നെ ബോധപൂർവം തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങയുടെ മാസ്റ്റർ ഓപ്പറേഷൻ ആയിരുന്നു ഈ നടന്നത് മുഴുവൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ? ശ്രീമതി ഹണി ഭാസ്കറിന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ല ചോദ്യം ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറയട്ടെ. ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരാക്ഷേപമുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ. ആര് പറഞ്ഞു? ഏത് വ്യക്തി പറഞ്ഞു? അപ്പൊ ഒന്നെങ്കിൽ അവർക്ക് നിയമപരമായി പോകാം, അതല്ല പിന്നെ അതിന് നിയമപരമായി പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാനും ശ്രീമതി ഹണി ഭാസ്കറും അവര് പറയുന്ന ആളെ കൊണ്ട് ഒരുമിച്ച് നിർത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതൊരു നിയമപരമായ പ്രശ്നം അവർ പറയുന്നുണ്ടോ? നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നുണ്ടോ? അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഞാൻ ചോദിക്കുന്നത് ചെറിയ കാര്യങ്ങളാണോ നിങ്ങൾ വാർത്തയാക്കേണ്ടത്? പോട്ടെ, എന്ത് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ? അല്ല അവര് പറഞ്ഞ ആരോപണങ്ങൾ എന്താണ്? ഞാൻ അവര് സംസാരിച്ചു എന്ന് വേറെ ആരോടോ പറഞ്ഞു എന്ന്. അത് അവര് പല കാര്യങ്ങളും ഷാബിയോടൊക്കെ സംസാരിച്ചിട്ട് പോലും അത് അവിടെ ഒതുക്കി തീർക്കുന്ന രീതിയിലേക്ക് പോയി ഗുരുതരമായി നിങ്ങൾ രണ്ടുപേരും ചേർത്ത് ഗുരുതരമായ പല കാര്യങ്ങളും. അല്ല ഞാനൊരു കാര്യം അവരോട് അപ്പൊ മാധ്യമങ്ങൾ ചോദിച്ചു, അവര് നിയമ നടപടിയുമായി പോകുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പോകില്ല, എനിക്കെതിരെ അല്ലെ രാഹുൽ തെറ്റാണെന്ന് തെളിയിക്കാമെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചുള്ള എന്റെ ചോദ്യം, അങ്ങാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാണിച്ചതെന്ന് ഞാൻ ആരോപിക്കുന്നു. എന്നിട്ട് അങ്ങ് എന്നോട് പറയുകയാണ് ഇനിയും ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അങ്ങ് നിയമപരമായി പോരാടൂ,
എന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. എന്തായാലും അവർ എന്നോട് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളോ അല്ലെന്ന് അവർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ. അവർക്ക് എന്നെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സംരക്ഷിക്കാൻ ബാധ്യതയില്ല എന്ന് അവർക്ക് തന്നെയുണ്ട്. അപ്പൊ അവരെ പറ്റി ഞാൻ ആരോട് അങ്ങനെ മോശമായി പറഞ്ഞു, അതവർ തെളിയിക്കട്ടെ. ആ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇനി അവർക്ക് പരാതി ഉണ്ടോ ആ വിഷയത്തിനകത്ത്? ആ വിഷയത്തിനകത്ത് ഇപ്പൊ നിങ്ങൾ മാധ്യമപ്രവർത്തകർ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിയമപരമല്ലാത്ത പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ലോ സംസാരിക്കേണ്ടത്, നിയമവിരുദ്ധമായ പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ല മാധ്യമങ്ങൾ സംസാരിക്കേണ്ടത്. ഞാൻ പൂർത്തീകരിക്കാൻ സമയം തരുന്നില്ല. ഞാൻ പറയുന്ന പോയിന്റ് പൂർത്തീകരിക്കാനുള്ള സമയം തരാതെയാണ് നിങ്ങൾ ആവർത്തി ചോദിക്കുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത് ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നിട്ടുണ്ടോ, അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കാം. ഇപ്പൊ ഞാനും അങ്ങയും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലെങ്കിൽ, നിയമവിരുദ്ധമായ ബാക്ക്ഗ്രൗണ്ടും ഇല്ലെങ്കിൽ, അതെങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യമായി വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് അതിനകത്ത് വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പോട്ടെ, അതൊക്കെ കാര്യം വെച്ചോട്ടെ. ഇപ്പൊ പരാതിയിൽ എന്ന് പറയുമ്പോഴേ വി ഡി സതീശൻ പറഞ്ഞത് മകളെ പോലെ കാണുന്ന ഒരാൾ തന്നോട് വന്ന് പരാതി പറഞ്ഞിരുന്നു, ആ പരാതി അത് ഗൗരവത്തോടെ കാണുന്നു. അപ്പോൾ അതൊരു പരാതിയല്ലേ? സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തിരിക്കുക. എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല, വ്യക്തിപരമായി എനിക്കറിവില്ല. എന്നോട് ശ്രീ വി ഡി സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനോട് അങ്ങേക്ക് ചോദിക്കാം, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം ഞാനും കണ്ടിരുന്നു. അദ്ദേഹം തുടക്കത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് നടപടിയെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും തന്നെയാണ് പറഞ്ഞത്. ഞാൻ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരാതി കൊടുക്കാം. ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതിയുണ്ട്, കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചോളാം. അവർക്ക് ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ അവരും തെളിയിക്കട്ടെ. ഇതൊരു ഓപ്പൺ മെറിറ്റിലുള്ളൊരു കേസല്ലേ, ഓപ്പൺ മെറിറ്റുള്ള കേസാണ്. ഇനി അതല്ല, ഇപ്പൊ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചാറ്റുകളാണെങ്കിൽ അതിൽ ബാക്കിയും കൂടെ കാണിക്കൂ. അത് ആരുടെയെങ്കിലും പരാതി ഉണ്ടോ? ശ്രീമതി ഹണി ഭാസ്കറിന് പരാതി ഉണ്ടോ? ഹണിഭാസ്കർ അതിൽ ഗൗരവമായ കാര്യമാണ്. മറ്റ് സ്ത്രീകളുമായിട്ട് അങ്ങ് മോശമായി പെരുമാറിയ ഹണിഭാസ്കർ പറയുന്നുണ്ട്. അല്ല, അതപ്പോ അവര് പുറത്തു വിടട്ടെ. ഇത്ര അധിക്ഷേപം അല്ല, അതപ്പോ അവര് പുറത്തു പറയട്ടെ. അതിപ്പോ അവര് പുറത്തു വിടട്ടെ. ഞാൻ ചോദിക്കുന്ന ഇത്രയേറെ, അതായത് ഒരു ശ്രീലങ്കയിൽ ലവ് ചിഹ്നവും കാണിച്ചിട്ട് ഞാൻ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശ്രീലങ്കയിൽ ലവ് ചിഹ്നം കണ്ടു, ബാക്കി കൺവെർസേഷൻ ഒന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. പിന്നെ അത് ഞാനും പുറത്തു വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ ഒരു സംഭാഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ സംഭാഷണമാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺവെർസേഷനാണ്. ആ കൺവെർസേഷൻ പുറത്തുവിടേണ്ട ബാധ്യത എനിക്കുമില്ല. ഞാൻ ചോദിക്കുന്നത് അത് കണ്ടിട്ട് അതൊരു ഫ്ലേർട്ട് ശ്രമമാണ് എന്ന് പറയുന്ന അവര് എന്നെ പറ്റി മറ്റു തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ, പ്രശ്നം തീർന്നില്ലേ? ഇനി ഞാൻ പറഞ്ഞല്ലോ അത്തരം വിഷയം ഞാൻ ഇപ്പോഴും ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. അല്ല, എന്ത് കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് സൈബർ ഇടത്തിൽ ആയിരക്കണക്കിനായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഓരോ ദിവസവും ആളുകളിൽ നിന്ന് വരുന്നത്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേതാക്കന്മാർ പറയുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ നമ്മൾ അതിന് മറുപടി പറയാം. അതല്ലാതെ സൈബർ ഇടത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പരാതി കൊടുക്കാൻ നിന്നാൽ എൻ്റെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും. അത്രയേറെ ഈ വിഷയം മാത്രമല്ലല്ലോ, എത്ര വിഷയങ്ങളിലാണ് നിരന്തരമായി എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്? എത്ര വിഷയങ്ങൾ ഞാൻ പറഞ്ഞത്, ഇത് മാത്രമാണ് ചർച്ച ചെയ്തത്. നിങ്ങൾ പെട്ടി വിവാദം, നിങ്ങൾ വ്യക്തിയധിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും ഒരു പൊതുപ്രവർത്തകന് നേർക്കുള്ള വ്യക്തിയധിക്ഷേപം ഇത് മാത്രമാണ് എന്ന് നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഞാൻ ആദ്യമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ നാട്ടിലൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ പറഞ്ഞത് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ